പാലം നിർമ്മാണം പൂർത്തിയാകാൻ കാലതാമസം എടുക്കുമെന്നതിനാൽ പാലത്തിന് സമാന്തരമായി 21 ലക്ഷം രൂപ മുടക്കി താൽക്കാലിക പാത നിർമ്മിച്ചിട്ടും യാത്രക്കാർക്ക് ഒരു പ്രയോജനവുമില്ല. മഴ ശക്തിപ്പെടുമ്പോൾ ഈ പാതയിൽ വെള്ളം കയറും. പത്തനംതിട്ട റാന്നി പുതമണ്ണിലാണ് ഈ പ്രതിസന്ധി. പുതമൺ പാലം നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പത്തനംതിട്ട റാന്നിയിൽ നിന്നും കോഴഞ്ചേരിയിലേക്കുള്ള പ്രധാന പാതയിലാണ് പുതമൺ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. പാലം നിർമ്മാണം നടക്കുമ്പോൾ റോഡ് അടച്ചിടേണ്ട എന്ന് കരുതി 21 ലക്ഷം രൂപ മുടക്കി പാലത്തിന് സമാന്തരമായി താൽക്കാലിക വഴിയുണ്ടാക്കി. എന്നാൽ മഴ ശക്തിപ്പെട്ടാൽ താൽക്കാലിക വഴിയിൽ വെള്ളം കയറും. ആൾക്കാർക്ക് ഭയങ്കര ദുരിതം. ഒരു ചെറിയ മഴ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുക റോഡ്. ഒന്നും ബസ് സർവീസ് ഇല്ല, ഒന്നുമില്ല. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാരലായിട്ടുള്ള പാതയില്ല ഇപ്പം വെള്ളം കയറി കിടക്കുന്നത്. അതും വെള്ളം കയറി ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് ദിവസം ആൾക്കാർക്ക് പോകാം, പിന്നെ വെള്ളം കൂടി കഴിയുമ്പോൾ പോകാൻ ബുദ്ധിമുട്ടാണ്. അതിപ്പം വെള്ളം കയറി കിടക്കുമോ? മഴയല്ലേ എന്നീ ഇതാവസ്ഥ. എല്ലാ ആഴ്ചയിലും വെള്ളമാണ്. മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. കറങ്ങിപ്പോകാനെ കൊണ്ട് ഒരുപാട് കിലോമീറ്ററുകൾ പോകണം. അത്ര ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ ജനങ്ങൾ അതുപോലെ കഷ്ടത്തിലാണ്. ഞങ്ങളുടെയൊക്കെ അവസ്ഥ കണ്ടില്ലേ. റോഡ് സഞ്ചാരയോഗ്യമാണെന്ന് കരുതി വരുന്നവർ പെട്ടുപോകും. ഇല്ല, വെള്ളം കയറി കിടക്കുമല്ലേ. റൂട്ടിൽ വന്നതാ, പെട്ടെന്നങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അല്ല, ഞാൻ ഈ വഴിക്ക് നോക്കും, വേറെ വഴിയുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇവിടെ സാടി കിടന്ന് വർഷങ്ങളായിട്ട് ഓടുന്നവരാ. വരുന്നവരോട് ഒരു വഴി പറഞ്ഞ് ഞങ്ങൾ മടുത്തിരിക്കുക. ഇപ്പോൾ എല്ലാം ഒരു 10-15 കിലോമീറ്റർ ഇറങ്ങിയ കോഴഞ്ചേരിക്ക് പോകുന്നു. ഇതിപ്പോൾ ഇന്ന് നാളെ തീരും, മറ്റന്നാൾ തീരും, വർഷം 3 കഴിഞ്ഞു. 5 മീറ്റർ നീളമുള്ള ഒരു പാലമാണ്. ആ പാലം 2.5 വർഷമായിട്ട് ഇന്ന് വരെ അതിനൊരു മെയിൻ്റനൻസ് പണി പോലും ചെയ്ത് അത് നേരെയാക്കാനുള്ള ഇത് ചെയ്തിട്ടില്ല ഇതുവരെ. താൽക്കാലിക പാലമുണ്ട്. ഈ പ്രാവശ്യം 5ാമത്തെ തവണയാണ് അതേ വെള്ളം കയറുന്നത്. പൊതുജനങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ട് വരാൻ വേറെ ഒന്നുമില്ല. പുതമൺ പാലത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ നാട്ടുകാർക്ക് അതൃപ്തിയുണ്ട്. പുതമൺ പാലത്തിന്റെ നിർമ്മാണം ഓണത്തിന് മുമ്പ് പൂർത്തിയാക്കണമെന്ന് റാന്നി MLA പ്രമോദ് നാരായൺ കരാറുകാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, പത്തനംതിട്ട.